ഇന്നാണ് സെപ്റ്റംബർ 10. 53 പേരുടെ ജീവനെടുത്ത ആൾ, 7 മാസത്തോളമായിട്ട് പോലും ഒരു വിവരവും കിട്ടാതിരിക്കുന്ന ആൾ, അജയന് മാത്രം അറിയാവുന്ന ആൾ, അയാളുടെ 54ാമത്തെ ഇരയെ തേടി എത്തുമെന്ന് അജയനോട് പറഞ്ഞ ദിവസം ഇന്നാണ്. കഴിഞ്ഞ 6 മാസമായി ഉറക്കം നഷ്ടപ്പെട്ട ഒരാളാണ് അജയൻ. മാർച്ച് 10 അയാൾ വന്നപ്പോൾ ആവശ്യപ്പെട്ടതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി ഒരാൾ അജയന്റെ കോളനിയിലുള്ള ആരെയോ കൊല്ലാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞ് അവൻ പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. അയാൾ പറഞ്ഞിരുന്നത് പോലെ തന്നെ ഒരു രേഖാചിത്രം തയ്യാറാക്കണം എന്ന് തന്നെയാണ് പോലീസ് ആവശ്യപ്പെട്ടത്. പക്ഷേ ആ കില്ലർ ആവശ്യപ്പെട്ടിരുന്നത് പോലെ ഒരു ചെറുപ്പക്കാരൻ്റെ മുഖമല്ല അജയൻ പറഞ്ഞു കൊടുത്തത്. കണ്ടാൽ ഏകദേശം ആ കില്ലറെ പോലെ തോന്നിപ്പിക്കുന്ന ഒരാളുടെ മുഖം തന്നെയായിരുന്നു. പോലീസിൽ നിന്നും അജയൻ മറച്ചു വെച്ചൊരു ഡീറ്റെയിൽസ് ഉണ്ട്. അത് അന്ന് അയാൾ ഇട്ടിരുന്ന വേഷമാണ്. അതിനെക്കുറിച്ച് പോലീസിൽ പറഞ്ഞാലോ എന്ന് കുറേ പ്രാവശ്യം ചിന്തിച്ച് നോക്കിയിരുന്നു. പക്ഷെ ആ വേഷം ഇട്ട് തന്നെ അജയനെ കാണാൻ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അയാൾക്ക് അതിന് പേടിയുമില്ലെന്നല്ലേ. അതുകൊണ്ട് തന്നെ അജയൻ ഒന്നും പറഞ്ഞില്ല. പോലീസ് കുറേ അന്വേഷിച്ചിരുന്നു. പക്ഷേ ഇത്ര കാലമായിട്ടും ആളെ പിടിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. സെപ്റ്റംബർ 9, അതായത് സെപ്റ്റംബർ 10 ഒരു ദിവസം മുന്നേ അജയനെ കാണാൻ വരും എന്നാണ് അയാൾ പറഞ്ഞിരുന്നത്. പക്ഷേ എന്തോ ഇന്നലെ അയാൾ വന്നിരുന്നില്ല. എല്ലാവരും പെട്ടെന്ന് ബസ്സിൽ നിന്ന് ഇറങ്ങി, ഇതിൽ ബോംബ് വെച്ചിട്ടുണ്ട്. ആ പറയുന്ന ശബ്ദവും ആൾക്കാരൊക്കെ ഓടുന്ന ശബ്ദവും കേട്ടാണ് അജയൻ ഞെട്ടി കണ്ണു തുറന്നു നോക്കുന്നത്. പോലീസ് ബസിന്റെ ഏറ്റവും മുന്നിലായിരുന്ന അജയന്റെ ഭാര്യയും അനിയത്തിയും ഉൾപ്പെടെ അവനെ നോക്കി പുറത്തേക്ക് ഇറങ്ങുന്നതാണ് അവൻ കാണുന്നത്. ഏറ്റവും അവസാനമായി പുറത്തേക്ക് ഓടി ഇറങ്ങിയ അജയൻ കാണുന്നത് ജനങ്ങളെല്ലാവരും ആ ബസ്സിന്റെ അടുത്ത് നിന്ന് ഓടി മാറുന്നതാണ്. അജയന്റെ ഭാര്യയും അനിയത്തിയും അവൻ്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരാൻ നോക്കുന്നുണ്ടെങ്കിലും 2-3 പോലീസുകാർ അവരെ തടഞ്ഞ് മുന്നോട്ട് തന്നെ കൊണ്ടുപോവാണ്. പക്ഷെ അപ്പോഴാണ് അജയന് ആ കേട്ട ശബ്ദം ഓർമ്മ വന്നത്. ബസ്സിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ ശബ്ദം. അജയൻ 6 മാസമായി ഭയന്നിരുന്ന അതേ ശബ്ദമാണ് ആ കേട്ടത്. അതെ, അത് അയാൾ തന്നെയാണ്. എല്ലാവരും ഓടിയ വഴിയെ അജയനും ഓടാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് അവൻ്റെ മുന്നിൽ ഒരാൾ വന്നു. നീ എന്നോടൊരു ചെറിയ തെറ്റ് ചെയ്തു, പറഞ്ഞാൽ അനുസരിക്കണ്ടേ അജയ? ഇത്രയും പറഞ്ഞു കഴിഞ്ഞതും അജയന്റെ ചുറ്റിനും ഒരു പുക വന്നു നിറഞ്ഞു. അത്രയും മാത്രമേ അജയന് ഓർമ്മയുള്ളൂ. ഈ കഥ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? എന്തിനായിരിക്കാം ആ കില്ലർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അജയനെ എന്തിനാണ് ടാർഗറ്റ് ചെയ്യുന്നത്? നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് കമൻറ്റിൽ അറിയിക്കൂ.